നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചരിത്രമുറങ്ങുന്ന കുന്നംകുളത്തിന്റെ മണ്ണിൽ ഇനി കലാമേളയുടെ രാപ്പകലുകൾ. 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് കുന്നംകുളത്ത് സജ്ജമാക്കിയ വിവിധ വേദികളിൽ തുടക്കമായി. കുന്നംകുളം ടൗൺ ഹാൾ ഒന്നാം വേദിയായിക്കൊണ്ട് 17 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ജില്ലയിലെ 12 ഉപജില്ലകളിൽ നിന്നായി 8000ഓളം പേർ വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. നഗരത്തിലെ വിവിധ വിദ്യാലയങ്ങൾക്ക് പുറമെ ടൗൺ ഹാൾ, CV സ്മാരക ഹാൾ, സീനിയർ ഗ്രൗണ്ട് സ്റ്റേഡിയം എന്നിവിടങ്ങളിലും മത്സരങ്ങളുണ്ട്. കലാമേളയുടെ ആദ്യ ദിനമായ ചൊവ്വാഴ്ച രചനാ മത്സരങ്ങൾക്ക് പുറമെ ജനപ്രിയ ഇനങ്ങളായ മോണോ ആക്ട്, നാടകം, കോൽക്കളി, ഒപ്പന, വട്ടപ്പാട്ട്, നാടോടി നൃത്തം, ഗ്രൂപ്പ് ഡാൻസ്, ഭരതനാട്യം, കുച്ചുപ്പുടി തുടങ്ങിയ മത്സരങ്ങളും നടക്കും. സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര തൃശൂരിൽ നിന്നും കുന്നംകുളത്തെത്തി. ബുധനാഴ്ച മത്സരങ്ങളില്ല. വ്യാഴാഴ്ച രാവിലെ 9:30 മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു കലാമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. കവി റഫീഖ് അഹമ്മദ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ സംബന്ധിക്കും. കലോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം CCTV പ്രാദേശിക ചാനലിലും യൂട്യൂബിലും കാണാം. ചാനൽ നമ്പർ 46-49. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി പെരുമുടിയൂർ സ്കൂളിൽ സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. മുഹമ്മദ് മൂസിൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പാസ്വേഡ് 2024-25 എന്ന പേരിലായിരുന്നു ക്യാമ്പ് ഒരുക്കിയത്. മുഹമ്മദ് മൂസിൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതം എങ്ങനെ ആയിത്തീരണം എന്നത് തീരുമാനിക്കുകയും ഒരു പരിധിവരെ നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുകയും ചെയ്യുന്നത് ഈ കാലഘട്ടത്തിലെ നമ്മുടെ ജീവിതക്രമങ്ങളും പെരുമാറ്റങ്ങളും എല്ലാമാണ് എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കിയെങ്കിലും കുറെ കാലം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. കഴിഞ്ഞ ദിവസം പട്ടാമ്പി മണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടി ഇന്നലെ ഞാൻ ഇൻഹാൻസ് എന്ന് പറയുന്ന മെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറുമായിട്ട് സംസാരിക്കുകയും ഞങ്ങളൊരു മീറ്റിംഗ് വെക്കുകയും ചെയ്തു. ആ മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ ഹയർ സെക്കൻഡറി പീരീഡിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവിടുത്തെ സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ പ്രത്യേകം പറഞ്ഞു. 15 വയസ്സ് മുതൽ 20-22 വയസ്സ് വരെയുള്ള കാലം, ആ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങൾ അത് കൃത്യമായി അഡ്രസ് ചെയ്തില്ലെങ്കിൽ പിന്നീടുള്ള കാലത്ത് അത് വലിയ രീതിയിലുള്ള പ്രശ്നമായി തീരാനുള്ള സാധ്യതയുണ്ട്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. മുകേഷ് അധ്യക്ഷനായിരുന്നു. V. രഘുകുമാർ, മൊയ്തീൻകുട്ടി, സുൽഫിക്കർ, മുഹമ്മദ് റാഫി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ച് കുലുക്കല്ലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസിന്റെ ധർണ. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കുലുക്കല്ലൂർ പഞ്ചായത്തിലെ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനും ഭരണസ്തംഭനത്തിനും വിവിധ പ്രദേശങ്ങളിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ഉൾപ്പെടെ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ ജനവിധി എന്തൊക്കെ രീതിയിലുള്ള തിരിമറിയും വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ നിങ്ങൾ നടത്തിയാലും ജനങ്ങൾ നിങ്ങൾക്കെതിരാണ് എന്ന് മനസ്സിലാക്കുക എന്നതാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പഞ്ചായത്ത് രാജ് നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയത് വികസന പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ എല്ലാവർക്കും കൃത്യമായ രീതിയിലുള്ള അവരുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്ന രീതി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MP മുഹമ്മദ് നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. EK മുഹമ്മദ് കുട്ടി ഹാജി, രാജൻ പൂതനയിൽ, ഗഫൂർ MK, മിസിദ സൂരജ്, സദാനന്ദൻ, ഉണ്ണികൃഷ്ണൻ ഇടത്തൊടിയിൽ, ഇബ്നു മപ്പാട്ടുകര, മൊയ്തീൻ, KP അയ്യപ്പൻ, സൂരജ്, നിസാർ മപ്പാട്ടുകര, വാപ്പു, ഷിബിൽ മുളയങ്കാവ്, രാജൻ ശീലത്ത്, ഗിരി മുളയങ്കാവ്, KP ഉണ്ണികൃഷ്ണൻ, സുനിത രാജൻ, മുനവർ ചുണ്ടമ്പറ്റ, സൈറൂഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. UDF നേതൃത്വം നൽകുന്ന പരുതൂർ പഞ്ചായത്ത് ഭരണസമിതി പട്ടികജാതി ജനവിഭാഗത്തോട് കാണിക്കുന്ന അവഗണനകൾക്കെതിരെ പട്ടികജാതി ക്ഷേമ സമിതി പരുതൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
ഓഫീസർ സിന്ദാബാദ് നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ പട്ടികജാതി പെൺകുട്ടികളുടെ വിവാഹത്തിന്റെ സഹായം UDF ഭരണക്കാരെ ഇല്ല നിങ്ങൾക്ക് മാപ്പില്ല PKS ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. കുളമുക്ക് ലോക്കൽ സെക്രട്ടറി EP ശിവശങ്കരൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി P ഷൺമുഖൻ, CPIM പരുതൂർ ലോക്കൽ സെക്രട്ടറി PK ചെല്ലുകുട്ടി, കുളമുക്ക് ലോക്കൽ സെക്രട്ടറി KC അലി ഇക്ബാൽ, T സുധാകരൻ, PKS പരുതൂർ ലോക്കൽ സെക്രട്ടറി TT പ്രകാശൻ, കുളമുക്ക് ലോക്കൽ പ്രസിഡന്റ് P ശ്രീനിവാസൻ, പരുതൂർ ലോക്കൽ പ്രസിഡന്റ് AP രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പട്ടികജാതി ജനവിഭാഗത്തിന് അർഹമായ വിവാഹ ധനസഹായത്തിന് അപേക്ഷ നൽകി 9 മാസം കഴിഞ്ഞിട്ടും അപേക്ഷകന് ആനുകൂല്യം നൽകാതെ അവർ നൽകിയ അപേക്ഷ തിരിച്ചു നൽകുകയാണ് പഞ്ചായത്ത് ചെയ്തത്. ഇതിനെതിരെ PKS നേതൃത്വം പഞ്ചായത്തിലും LDF അംഗങ്ങൾ ഭരണസമിതിയിലും പ്രതിഷേധമറിയിച്ചിരുന്നു. കൂടാതെ പട്ടികജാതി വിഭാഗക്കാരുടെ വീട് റിപ്പയർ പദ്ധതി നടപ്പാക്കേണ്ടെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന UDF ഭരണസമിതിയുടെ ഏകപക്ഷീയമായ തീരുമാനം. ഇത്തരത്തിൽ നിരവധിയായ ജനദ്രോഹ നടപടികൾ സ്വീകരിക്കും പട്ടികജാതി ഫണ്ട് അർഹതപ്പെട്ടവർക്ക് ലഭ്യമാക്കാതെ നിരുത്തരവാദിത്തപരമായി ഭരണസമിതി ചെലവിടുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ പട്ടികജാതിക്കാരോടുള്ള അവഗണനയ്ക്കും ധിക്കാരത്തിനുമെതിരായാണ് PKS പരുതൂർ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. നിത്യദിന ചെലവ് വലിയ സാമ്പത്തിക ബാധ്യത വരുന്നൊരു കാലഘട്ടം. പാവപ്പെട്ട മനുഷ്യർ കൂടുതൽ പാപ്പരീകരിക്കുന്ന കാലഘട്ടം. ഈ സമയത്ത് അവിടെ കൂടെ നിൽക്കേണ്ടവരാണ് ആര്? ത്രിതല പഞ്ചായത്തിന്റെ ഭാരവാഹികളും ഭരണസമിതിയൊക്കെ. പക്ഷെ വിപരീതമായിട്ടുള്ള സമീപനമാണ് ഈ പഞ്ചായത്ത് ഭരണാധികാരികളുടെ ഭാഗത്തുണ്ടാകുന്നത്. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ഞാനും ഒരു പഞ്ചായത്തിന് വൈസ് പ്രസിഡന്റാണ്. ഞങ്ങളെല്ലാം അപേക്ഷകൾ വാങ്ങാറുണ്ട്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വാങ്ങിയ അപേക്ഷ പാവപ്പെട്ട കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുന്ന അനുഭവം ഒരു പക്ഷേ ആദ്യമായിട്ടാവും. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് UDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച്. മുസ്ലിം ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി CA സാജിദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ് വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് വിളയൂർ UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. വിളയൂർ സെന്ററിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. നടത്തിയിട്ടുള്ള അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് UDF വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് തുടർന്ന് നടന്ന ധർണ മുസ്ലിം ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി CA സാജിദ് ഉദ്ഘാടനം ചെയ്തു. എല്ലായിടങ്ങളിലും ചെന്നാൽ ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വാർഡിന്റെ ഒരതിർത്തി 4 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ അതിന്റെ മറ്റൊരു അതിർത്തി കിടക്കുന്നത് വേറൊരു ഭാഗത്താണ്. വാർഡ് വിഭജനത്തിന് കൃത്യമായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്ക് കൃത്യമായി അവർ അത് വിശദീകരിക്കുന്നുണ്ട്. ഒരു വാർഡിനെ നമ്മൾ വിഭജിക്കുമ്പോൾ, ഒരു വാർഡിനെ രൂപീകരിക്കുമ്പോൾ ആ വാർഡിലെ ജനങ്ങളുടെ സഞ്ചാര സൗകര്യം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. ആ വാർഡിലെ വാർത്താവിനിമയ സൗകര്യം നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ആ വാർഡിലെ ഗ്രാമസഭ കൂടുവാനുള്ള സൗകര്യം ആളുകൾക്ക് ഉറപ്പുവരുത്തണം. ഇങ്ങനെ ഒരു ഗ്രാമസഭ ചേരുവാനുള്ള, അതല്ലെങ്കിൽ ഒരു ആരോഗ്യ ശുചിത്വ സമിതി ചേരുവാനുള്ള, ഒരു ഗ്രാമസഭയുടെ നോട്ടീസ് നൽകുവാനുള്ള, ഒരു വാർഡിൽ നിന്ന് ഒരു മെമ്പർക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർ അത് ഏതു രാഷ്ട്രീയക്കാരനായാലും ഏതു പാർട്ടിയുടെ ഭാഗമായാലും ശരി, അവർക്ക് തങ്ങളുടെ വാർഡിൽ പ്രവർത്തിക്കുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു വാർഡ് വിഭജനമാണ് ഇവിടെ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് UDF ചെയർമാൻ യുസൈൻ കണ്ടേങ്കാവ് അധ്യക്ഷനായിരുന്നു. DCC അംഗം നീലടി സുധാകരൻ, മുസ്ലിം ലീഗ് വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി എടപ്പലം, മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഇസ്മയിൽ വിളയൂർ, മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് K കുഞ്ഞാപ്പു, ജില്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗം VP ഉസ്മാൻ, UP മുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CP ഷംസുദ്ദീൻ, ചൈതന്യ സുധീർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് A സജീവ് കുമാർ, VM മുസ്തഫ, KP അബ്ദുറഹ്മാൻ, K സജി, P മണികണ്ഠൻ, C മദനൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി.
വിളയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനമില്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന ആരോപണവുമായി ഡിവൈഎഫ്ഐ രംഗത്ത്. ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വിളയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം തകർക്കുന്ന ഡോക്ടറുടെ സമീപനം തിരുത്തുക, OP സമയം രാവിലെ 9 മണി മുതൽ 1 മണി വരെ നിയമാനുസൃതം പ്രവർത്തിപ്പിക്കുക, മരുന്ന് വിതരണം കാര്യക്ഷമമാക്കുക, ഡോക്ടറുടെയും മറ്റു ജീവനക്കാരുടെയും ധിക്കാരപരമായ സമീപനം തിരുത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. സമരം സിന്ദാബാദ്, വിളയൂരിന്റെ BHCA ഇല്ലാതാക്കാൻ നോക്കുന്ന ജീവനക്കാരുടെ ദാഷ്ട്യത്തെ തുടർന്ന് ആശുപത്രിക്ക് മുന്നിൽ നടന്ന സമരം CPM ഏരിയ കമ്മിറ്റി അംഗം K മുരളി ഉദ്ഘാടനം ചെയ്തു. 4700 രൂപയ്ക്കാണ് ലീഗ് നേതാക്കന്മാരുടെ കയ്യിൽ നിന്ന് ഈ സ്ഥലം ഒരു സെന്റിന് വാങ്ങിയത്. ഞാനിവിടെ ഇത്രയും കാര്യം പറയാൻ കാരണം അതിനുശേഷമുള്ള കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായിട്ട് 25 കൊല്ലമായി ഈ വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIM നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ആശുപത്രിയാക്കി മാറ്റുന്നതിനാണ് ഞങ്ങൾ പരിശ്രമിച്ചത്. കോടിക്കണക്കിന് ഉറുപ്പിയാണ് ഇവിടെ ചെലവഴിച്ചത്. ഇവിടെ ഞങ്ങള് മൃഗാശുപത്രി അപ്പുറത്ത് ആരംഭിച്ചു, കഴിഞ്ഞ കാലത്ത് ഹോമിയോ ആശുപത്രി ആരംഭിച്ചു. ഈ PHC വിളയൂരിലെ ഏറ്റവും നല്ല ചികിത്സാ കേന്ദ്രമായിട്ട് മാറി. വിളയൂർ ഗ്രാമപഞ്ചായത്ത് സമീപ പ്രദേശത്തുള്ള ഒരു പഞ്ചായത്തും ചെയ്തിട്ടില്ലാത്ത നിലയിൽ പാലിയേറ്റീവ് മേഖലയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന ജില്ലയിലെ പഞ്ചായത്തിലെന്നാണ്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന സുബൈദ ഡോക്ടർ, ഇവിടെ പ്രവർത്തിച്ചിരുന്ന മൊയ്തീൻ ഡോക്ടർ, ഇവിടെ പ്രവർത്തിച്ചിരുന്ന സിദ്ദിഖ് ഡോക്ടർ, ഇടക്കാലത്ത് വന്നുപോയ ചില ഡോക്ടർമാര്, ഇവരെല്ലാം അങ്ങേയറ്റ ആദരവോടെയും ബഹുമാനത്തോടെയും ഞങ്ങളും കണ്ടിരുന്നത്. അവർ ഈ നാട്ടിലെ ജനസേവനവുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനത്തെ അവരും കണ്ടിരുന്നത് അങ്ങനെ. ഡിവൈഎഫ്ഐ കൊപ്പം ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വിനീത് അധ്യക്ഷനായിരുന്നു. പ്രണവ്, KV ഗംഗാധരൻ, മണികണ്ഠൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ ഹജ്ജിന് പോകുന്നവർക്കുള്ള ആദ്യഘട്ട സാങ്കേതിക പരിശീലന ക്ലാസുകൾക്ക് തുടക്കമായി. തൃത്താലയിൽ നടന്ന പരിശീലന ക്ലാസ് മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ അടുത്ത വർഷം ഹജ്ജിന് പോകുന്നവർക്കുള്ള ആദ്യഘട്ട സാങ്കേതിക പരിശീലന ക്ലാസുകൾക്കാണ് ജില്ലയിൽ തുടക്കമായത്. തൃത്താലയിൽ വെച്ചായിരുന്നു ക്ലാസ്. 11-ന് മുണ്ടൂരിൽ വെച്ച് ക്ലാസ് നടത്തും. തൃത്താലയിൽ നടന്ന ക്ലാസ് മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. നിലവിൽ ഹജ്ജിന് അവസരം ലഭിച്ചവരും കാത്തിരിപ്പ് പട്ടികയിലെ 3000-ഓളം പേരും ക്ലാസുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ ഓർഗനൈസർ KP ജാഫർ അധ്യക്ഷനായി. സൈനുദ്ദീൻ, ഷമീർ, മുനീറുൽ ഹഖ് തുടങ്ങിയവർ സംസാരിച്ചു. 1.5 ലക്ഷത്തിലധികം ആളുകളാണ് ഇന്ത്യയിൽ ആകെ അപേക്ഷ നൽകിയത്. അതിൽ ആദ്യഘട്ടത്തിൽ 16,000 ചില്ലാനും ആളുകളെ തെരഞ്ഞെടുക്കുകയും പിന്നീട് വെയിറ്റ് ലിസ്റ്റിലുള്ള ആളുകളെയും കൂടി തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അത്യാവശ്യം 10-18,000 ആളുകളായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഹജ്ജിന് പോയിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്രാവശ്യം കൂടുതൽ ആളുകളെ വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് എടുത്തത് ചിലപ്പോൾ ഇപ്രാവശ്യമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് എടുക്കാൻ സാധ്യതയുള്ള ആളുകൾ കൂടി ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് വിശദമായ ഒരു കാര്യത്തിലേക്കും ഞാൻ കടക്കുന്നില്ല. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.